ഹലോ, വെൽക്കം ബാക്ക് ടു ന്യൂ ഇയർ. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. യൂട്യൂബിലൊക്കെ കുറേ തിളങ്ങി നിന്ന സാധനമാണ് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ബീട്രൂട്ട് പൗഡർ. ഇത് ഞാനും യൂട്യൂബിലൊക്കെ ആൾക്കാർ വാങ്ങുന്നതൊക്കെ കണ്ട് ഭയങ്കര നല്ല റിവ്യൂ ഒക്കെ കിട്ടിയപ്പോൾ വാങ്ങിയതായിരുന്നു. പക്ഷെ മടിയുണ്ട്. ജസ്റ്റ് തുറന്ന് നോക്കിയെന്നല്ലാണ്ട് ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ല, തീരെ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ഈ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് കുറേ നേരം ഇങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ്. അങ്ങനെ മടിയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് 100 ഗ്രാം വരുന്ന ഗ്ലിസറിൻ ബേസാണ്. ഇപ്പോൾ കണ്ടോ, 100 ഗ്രാം വരുന്ന ഗ്ലിസറിൻ ബേസ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. 1-ാം പാലാണ് കേട്ടോ ഇത്. കുറച്ച് തേങ്ങാപ്പാൽ വേണം. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് കുറച്ച് ഫ്രേഗ്രൻസ് ഓയിലാണ് കേട്ടോ. മണത്തിന് വേണ്ടിയിട്ടാണ് ഫ്രേഗ്രൻസ് ഓയിൽ ചേർക്കുന്നത്. പിന്നെ വേണ്ടത് വൈറ്റമിൻ ഇ. ഞാനിവിടെ വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. ഇതെല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഈ ശരീര സംരക്ഷണത്തിനൊക്കെ ചർമ്മ സംരക്ഷണത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ കുടിക്കുന്നതും തേക്കുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് ഫേസ് പാക്കിലൊക്കെ ചേർക്കുന്ന സാധനമാണ് കേട്ടോ ഇത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ. ഇതൊരു 1-2 ഡ്രോപ്പ് വെജിറ്റബിൾ ഗ്ലിസറിൻ കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്ന 100 ഗ്രാംസിൻ്റെ ഗ്ലിസറിൻ ബേസ് മെൽറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ചെറിയ ചെറിയ ക്യൂബായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, പെട്ടെന്ന് തന്നെ മെൽറ്റായി വരുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് ഇളക്കാണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ആ സമയം കൊണ്ട് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് കുറച്ച് ബീട്രൂട്ട് പൗഡർ എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക്. ഇനി ചേർക്കുന്നത് അല്പം തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലും ബീട്രൂട്ടും തമ്മിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഫ്രേഗ്രൻസ് ഓയിലും ഗ്ലിസറിനും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വൈറ്റമിൻ ഇയും കൂടി മിക്സ് ചെയ്യുകയാണ്. ഇതിലേക്ക് നമ്മളിപ്പോൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലിസറിൻ ബേസ് ആണെങ്കിലും ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഗ്ലിസറിൻ 1-2 ഡ്രോപ്പ് 3 ഡ്രോപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഫ്രേഗ്രൻസ് ഓയിലാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രേഗ്രൻസ് ഓയിലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഞാൻ മിക്സ് ചെയ്തത് നമ്മൾ ഗ്ലിസറിൻ മെൽറ്റായി വന്നിട്ടുണ്ട്. ഗ്ലിസറിൻ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വശത്തേക്ക് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് പത വരും. നമ്മൾ സ്ലോ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതെടുത്തിട്ട് മോൾഡിലേക്ക് ഒഴിക്കുകയാണ്. ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് നമ്മൾ മോൾഡിലേക്ക് ഇപ്പോൾ ഒഴിക്കാൻ പോവുകയാണ്. നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സോപ്പ് റെഡിയായോ എന്ന് നോക്കാം. നമ്മൾ വീണ്ടും ഒരു 100 ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ട് അത് മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തിനാണ് വീണ്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് ഉള്ള ഒരു സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു സംഭവം നമ്മളിതിൽ മിക്സ് ചെയ്യുന്നില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു സോപ്പാണ്. കുട്ടികളുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലൊരു സോപ്പാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. തേങ്ങാപ്പാലാണ് ഞാൻ അതിന് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയാണ് ആദ്യം എടുത്ത കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. സോപ്പ് ബേസ് ഇവിടെ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്.
ഇപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് ചെയ്ത പോലെ കുറച്ച് ഇത്തിരി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് വളരെ കുറച്ച്, നമ്മൾ കുട്ടികൾക്ക് വലിയ സ്മെല്ലുള്ള സോപ്പുകളൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. നമ്മൾ ചെറിയ നേരിയ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ അല്പം ഫ്രേഗ്രൻസ് ഓയിൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഡയറക്റ്റ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ഫ്രേഗ്രൻസ് ഓയിലാണ് ഞാൻ ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈ 2 മോൾഡുകളിലായിട്ട് ഞാനിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന സോപ്പാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. കാരണം നമ്മൾ അതേ പാത്രത്തിൽ തന്നെയാണ് വീണ്ടും മെൽറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ചെറുതായിട്ടൊരു പിങ്ക് ടോൺ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് ചെറുതായിട്ടൊരു പിങ്ക് ടോൺ വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതേ പാത്രത്തിൽ തന്നെ ഒന്നും കൂടി മെൽറ്റ് ചെയ്തെടുത്തത്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പാലിൻ്റെ ബേസ് എടുത്ത് ചെയ്യാം കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല. പാലിൻ്റെ ബേസിൽ ചെയ്താൽ മതി. ഗോട്ട് മിൽക്ക്, ഡോങ്കി മിൽക്ക്, ക്യാമൽ മിൽക്ക്, അങ്ങനെ ഒരുപാട് ബേസുകൾ കിട്ടും. അത് വാങ്ങിയിട്ട് ചെയ്താലും മതി. കുറച്ചുകൂടി ബാക്കി വന്നത് ഞാൻ ഈ മോൾഡിലേക്ക് എടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് സോപ്പ് നോക്കാം കേട്ടോ. സോപ്പ് ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം, ശരിക്കും സെറ്റായോ എന്നറിയാം. ഞാനിപ്പോൾ ആകെ 2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ സോപ്പ് കണ്ടോ, നല്ല രീതിയിൽ സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതും കൂടി ഡീമോൾഡ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്ത സോപ്പ് കേട്ടോ. ഇതുണ്ടോ, അതാണ് കളർ കൂടുതലുള്ളത്. മറ്റേത് കൂടി നമ്മൾ ഡീമോൾഡ് ചെയ്തെടുത്തു. കണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല ക്യൂട്ട് ഡിസൈനിലായിട്ടാണ് നമ്മുടെ സോപ്പ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ സോപ്പ് പതയോ എന്ന് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. കണ്ടോ, നന്നായിട്ട് പതയും കേട്ടോ. നമ്മുടെ സോപ്പ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൾക്കാർ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്ക്, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.